Hello buddies, this is our second episode of the Ultimate Toy Train Journey. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോയ് ട്രെയിൻ ജേർണിയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് വിൻഡോ സൈഡാണ് കിട്ടിയത്, അത് കാരണം കുഴപ്പമില്ലായിരുന്നു. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇതെനിക്ക് ഭയങ്കര ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ട് എന്തോ പോലെ തോന്നി. എനിക്കറിയില്ല ഇത് എന്തെങ്കിലും പ്ലെയേഴ്സിനുള്ളതാണോ എന്നറിയില്ല. ആൻഡ് നമ്മൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് മൊത്തം ഒരു വൈൽഡ് ലൈഫ് പോലെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല, ബട്ട് ഫുൾ കാട് അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനാണ് കല്ലാർ സ്റ്റേഷൻ. അവിടെ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും നമ്മുടെ വണ്ടിക്കൊരു മെയിൻ്റനൻസ് വേണം. ഇതൊരു കരിവണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ഹൈ മെയിൻ്റനൻസ് ആണ് കേട്ടോ. അതായത് ഓരോ സ്റ്റോപ്പിലും അവർ ഇതേപോലെ എൻജിനൊക്കെ ചെക്ക് ചെയ്ത് അവർ സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് ഇതേപോലെ ഒരു ചുറ്റിക്കിട്ടിട്ട് അടിക്കും. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പിക്സൊക്കെ എടുത്തിട്ട് പിന്നെ വിസിലടി കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് ട്രെയിനിൽ തന്നെ കയറും കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് കല്ലാറ്. പിന്നെയുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഹിൽ ഗ്രൂവ് സ്റ്റോപ്പിലാണ് നിർത്തുക. അതുവരെ നമുക്ക് ഈ ഒരു ട്രെയിൻ ഇത് ഭയങ്കര മെല്ലെ വണ്ടി പോകുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ വണ്ടി പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ടണൽസ് വരുന്നുണ്ട്, കുറേ ചെറിയ ചെറിയ അരുവികൾ, വാട്ടർഫോൾസ്, അങ്ങനെ 5 മണിക്കൂറാണല്ലോ ട്രെയിൻ ജേർണി ഉള്ളത്. അപ്പം ആ ഒരു ഇതിൽ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. മൊത്തം ഒരു കാടാണ്, ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക്. അപ്പം ഞാൻ റൈറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കൂടുതൽ കാണാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുവികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ റോക്ക് അങ്ങനത്തെ ഒരു സൈഡാണ്. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിൽ ഇരുന്നവർക്കാണ് കൂടുതൽ ഈ കൊക്ക പോലെയുള്ള കുറച്ചിങ്ങനെ ഡീപ്പ് ഡൗൺ അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു കൊക്ക പോലെയുള്ള സ്ഥലങ്ങളില്ല, അതൊക്കെ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നവർക്കാ തോന്നുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് അരുവിയാണ് കേട്ടോ, നമ്മൾ ക്രോസ് ചെയ്ത ഫസ്റ്റ് അരുവി. എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴൊക്കെ വരുന്നതെന്നുള്ളത്, അത് കാരണം കുറേ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒത്തിരി വാട്ടർഫോൾസും ഇടയിൽ കൂടെ വരുന്നുണ്ട്, ചെറുതാണെങ്കിലും, പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതൊരു ചെറിയ വണ്ടിയാണ്, നമ്മൾ ട്രെയിൻ പോലെ എന്നൊന്നും പറയാൻ പറ്റില്ല. ചെറിയ സീറ്റിംഗ് ആണ്, എനിക്ക് തോന്നുന്നു ഭയങ്കര ഹൈറ്റുള്ള നല്ല കാലൊക്കെ വലുതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു ഈ ട്രെയിനകത്ത്. ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ഒരു ഞാൻ കാണിച്ചു തരട്ടെ, ഇതേപോലെ ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് അകത്ത് മൊത്തം, ഫുള്ളി പാക്ഡ് ആണ് കേട്ടോ. മേട്ടുപ്പാളയം സ്റ്റേഷനിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആർക്കും ഉറങ്ങാൻ പറ്റില്ല അന്നത്തെ ദിവസം. അത് കാരണം നമ്മൾ ആ മൊത്തം ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിലായത് കാരണം നമുക്ക് എനിക്ക് തോന്നുന്നില്ല 100% നമുക്ക് ഈ ജേർണി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു പകുതി എനിക്കൊരു കൂന്നൂർ സ്റ്റേഷനൊക്കെ എത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ ഉറക്കം തൂങ്ങിയിട്ട് നല്ല ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ കയറിയ മുതൽ തൊട്ട് ഉറങ്ങുന്ന ടീംസ് ട്രെയിനകത്തുണ്ട് കേട്ടോ. ഇതേ തൂങ്ങി നിൽക്കുന്ന ചേട്ടനില്ല, ആൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആളാണ് കേട്ടോ, മറ്റേ യൂഷ്വൽ പാസഞ്ചർ അല്ല. പുള്ളി ഇതേപോലെ ഓരോ സ്റ്റോപ്പ് റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ അവർ നിർത്തിയിട്ട് അവർ മെയിൻ്റനൻസ് പണി തുടങ്ങും. നമ്മൾ നമ്മുടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പിന്നെ എക്സ്പ്ലോറിലൊക്കെ നമ്മൾ ഇങ്ങനെ മുഴുകിയിരിക്കും. ഈ ഒരു പ്ലേസിൽ വന്നപ്പോഴത്തേനും ഇത് ഹിൽ ഗ്രൂവ് ആണ് കേട്ടോ. അത് കുറേ കുരങ്ങന്മാരൊക്കെ നമ്മൾ ആ ഒരു ടൈമിലാണ് കാണാൻ തുടങ്ങിയത്. ഈ ഒരു പ്ലേസ് ഭയങ്കര രസമാണ്. നമുക്ക് ആ ഒരു മൊത്തം ആൾക്കാർ, പിന്നെ ഈ വണ്ടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു എന്താ പറയുക, നല്ല രസമാണ്. നമ്മൾ ലൈഫിലൊരു തവണെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയാണ് കേട്ടോ ഇത്. ഹിയർ കംസ് അവർ ഫസ്റ്റ് ടണൽ. ഒത്തിരി കുറേ ടണൽസ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ടണലാണ്. എനിക്ക് ഭയങ്കര അതിനകത്ത് എങ്ങനെയാണ് ഓരോ ടണലിൻ്റെ അകത്തും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് രീതികളിലാണ്. ചിലത് ഇങ്ങനെ പക്ക ഒരു റോക്ക് പോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, ചിലതിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടില്ലേ ഇതേപോലെ തന്നെ ആയിരിക്കും ഫുള്ളും. ഇങ്ങനത്തെ റോക്ക് ഉള്ളതിലൊക്കെ കുറച്ചും കൂടെ നല്ല രസമുണ്ട്. പിന്നെ ആ പോകുന്ന ട്രെയിനിൻ്റെ ശബ്ദമാണെങ്കിലും ഇപ്പം ഓരോ സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് ട്രെയിൻ ഭയങ്കര സ്ലോ ആവും, ചില സമയത്ത് പേടിയാവും നമുക്ക്, റിവേഴ്സൊക്കെ പോകും ട്രെയിൻ. അങ്ങനെ കുറച്ച് രസമാണ്, നല്ലൊരു അഡ്വെഞ്ചറസ്, അത്രയ്ക്ക് അഡ്വെഞ്ചറസ് അല്ലെങ്കിലും
കൊള്ളാം, നല്ലൊരിതാണ്. നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണല്ലോ ഈ ടോയ് ട്രെയിനൊക്കെ, പണ്ടത്തെ ഒരു വണ്ടിയൊക്കെ അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ നന്നായിട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 100% ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ ഉറക്കമൊഴിച്ച് വരിക എന്നുള്ളവർക്ക് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് കേട്ടോ. അത് മൊത്തം ഒരു ഡീപ്പ് ഡൗൺ, ആ ഒരു ഏരിയ മൊത്തം താഴ്വാരം പോലെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ എന്താ പറയുക, ഓരോ സ്റ്റോപ്പിലും ഓരോ ഡിഫറെൻറ്റ് കാഴ്ചകളാണ് കേട്ടോ നമുക്കുള്ളത്. ഇത് വണ്ടിയുടെ എൻജിൻ ഭാഗം ഞാനിങ്ങനെ ഒരു സ്റ്റോപ്പിലെത്തിയപ്പം ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നു, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. അങ്ങനെ ഇത് നമ്മുടെ റണ്ണിമേട് സ്റ്റേഷനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഊട്ടി ഫീലൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഇവിടും തൊട്ടിട്ടാണ് തോന്നുന്നു. നമ്മൾ വേർ ഇസ് മൈ ട്രെയിനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേട്ടുപ്പാളയം, കൂണൂർ, അറവങ്കാട്, കെട്ടി, ലൗഡയിൽ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉടകമണ്ഡലം, അങ്ങനെയാണ് മെയിൻ സ്റ്റേഷൻസ് വരുന്നത്. പക്ഷേ വണ്ടിയുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അവർ കല്ലാറ്, ഹിൽഗ്രൂ, റണ്ണിമേട് എന്ന് പറഞ്ഞ സ്റ്റേഷൻസിൽ അവർ നിർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കൂണൂരൊക്കെ എത്തുമ്പം അവർ എക്സ്ട്രാ ഒരു ബോഗി ആഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഓൾറെഡി 4 ബോഗീസ് അതിനകത്തുണ്ട്. 5ാമത്തെ കൂടെ ബോഗി ആകുമ്പോൾ എനിക്ക് ഈ ഇത് മാറ്റും, എൻജിൻ മാറ്റും. എനിക്ക് ഈ എൻജിന് അത്രയ്ക്കും കപ്പാസിറ്റി ഇല്ലാന്ന് തോന്നുന്നു. നമ്മുടെ നോർമൽ എൻജിനായിട്ട് മാറ്റും. നമ്മളവിടെ സ്റ്റേഷൻ എത്താറായി, നമ്മുടെ ഉടകമണ്ഡലം ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ തന്നെ ആയിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് എങ്ങനെയാണ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അപ്പോൾ എത്ര മണിക്ക് എത്തണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞാനൊരു എപ്പിസോഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് യു ഷുഡ് വാച്ച് ദാറ്റ് വീഡിയോ ഓൾസോ. അപ്പം നിങ്ങൾ പോകണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിങ് വീഡിയോസ്. ലവ് യു ഓൾ.